ഒരു സൂപ്പർ ക്രാക്കർ സ്റ്റഡി സീരീസ് കൊടുക്കുന്നതാണ് മൻസൂർ അലി കാപ്പുങ്ങൽ സാർ. അപ്പോൾ അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഇത്തവണ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു. നല്ല ക്വസ്റ്റ്യനാണെല്ലാം, പലതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പിന്നെ വരാൻ സാധ്യതയുള്ളതാണ്. പ്രസ്ഥാന ചോദ്യങ്ങളൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്, അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. LDCക്ക് മാത്രമല്ല, LDC ക്ലാസ് റൂം നമ്മൾ കൊടുത്തു, പക്ഷേ LDCക്ക് മാത്രമല്ല, ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LGSനും എല്ലാം LGSനും എല്ലാം ഉപകാരപ്പെടുന്നതാണ്. ഇനി ഡിഗ്രി മെയിൻസ് ഒക്കെ എഴുതുന്നവർക്കൊക്കെ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്നതാണ്. സമ്മതിദാനാവകാശ നിർണയത്തിനും നിയോജക മണ്ഡല വിഭജനത്തിനുമായി വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഉത്തരം സി ആണ്, ലോഥ്യൻ കമ്മിറ്റി. സമ്മതിദാനാവകാശ നിർണയത്തിനും നിയോജക മണ്ഡല വിഭജനത്തിനുമായി വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ലോഥ്യൻ കമ്മിറ്റി. ഇനി ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ ഏതെല്ലാം? കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വില്യം ബെൻഡിക്കാണെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. പിന്നെ തഗ്ഗുകൾ അമർച്ച ചെയ്തത് മിൻറ്റോ, അതും തെറ്റാണ്. തഗ്ഗുകൾ അമർച്ച ചെയ്തത് മിൻറ്റോ അല്ല. പൊതുമരാമത്ത് വകുപ്പ് ലോർഡ് ഡൽഹൌസിയുടെ കാലത്താണ്. ആധുനിക പോലീസ് സേന കോൺവാലിസ്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ തെറ്റാണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി വില്യം ബെൻഡിക്കല്ല. അപ്പോൾ നമ്മൾ നേരെ ഈ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഈ 1 വരുന്നതൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളയും, എലിമിനേറ്റ് ചെയ്ത് കളയും. എയും സിയും അതിനകത്ത് 1 വരുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ട ബിയും ഡിയും ആണെന്നാണ്. പിന്നെ തഗ്ഗുകൾ അമർച്ച ചെയ്തത് മിൻറ്റോ അല്ല, നമുക്കറിയാം. മിൻറ്റോ ഫസ്റ്റ് അല്ല. അപ്പോൾ രണ്ടാമത്തെയും തെറ്റാണ്. നമ്മൾ ബിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ ഡിയേ ഉള്ളൂ. 3, 4 പൊതുമരാമത്ത് വകുപ്പ് ഡൽഹൌസി, ആധുനിക പോലീസ് സേന കോൺവാലിസ്, അതാണ് ശരി, ഡി ഓപ്ഷൻ. പിൻതീയതി വെച്ച ചെക്കെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. പിൻതീയതി വെച്ച ചെക്കെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. വില്യം ബെൻഡിക് പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവന ചോദ്യമാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന ആശയവുമായി ഭരണം നടത്തിയ ഭരണാധികാരി. ബോംബെ ഗവർണർ എന്ന നിലയിൽ 1806 വെല്ലൂർ കലാപം അമർച്ച ചെയ്ത ഭരണാധികാരി. മൈസൂർ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഭരണാധികാരി. ശൈശവ വിവാഹം നിയമവിരുദ്ധമാക്കുകയും പെൺ ശിശുഹത്യ നിരോധിക്കുകയും ചെയ്ത ഭരണാധികാരി. നമുക്ക് ഇവയിൽ 4ാമത്തെ പ്രസ്താവന ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. രാജാ റാം മോഹൻ റോയെ ബന്ധപ്പെട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ 4ാമത്തെ പ്രസ്താവന വരാത്തതെല്ലാം നമ്മൾ ഇറേസ് ചെയ്ത് കളയും. ഡിയിൽ 4 ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞ്. ഇനി ആ 2ാമത്തെ പ്രസ്താവനയുണ്ട്. ബോംബെ ഗവർണർ എന്ന നിലയിൽ 1806 വെല്ലൂർ കലാപം അമർച്ച ചെയ്ത ഭരണാധികാരി. നമ്മൾ ഒരു കാലാവധി വെച്ച് പഠിക്കുമ്പോൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ തന്നെ നമുക്ക് ഇതൊക്കെ കിട്ടും. സർ ജോർജ് ബാർലോ ആയിരുന്നു ഈ വെല്ലൂർ കലാപം നടക്കുമ്പോഴുള്ള ഗവർണർ ജനറൽ. ജോർജ് ബാർലോയുടെ കാലാവധി 1805 to 1807 അപ്പം എന്തായാലും അത് വില്യം ബെൻഡിക് പ്രഭു അല്ല. വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലാവധി അറിയാത്തവർ പഠിച്ചോണം. 1828 മുതൽ 1835 വരെയായിരുന്നു. 1828 മുതൽ 1835 വരെയായിരുന്നു വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലാവധി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ 2ാമത്തെ പ്രസ്താവന നമുക്ക് തെറ്റാണ്. അപ്പം നമുക്ക് 4 ശരിയെന്ന് കിട്ടി. ഏതാ? ശൈശവവിവാഹം നിയമവിരുദ്ധമാക്കുകയും പെൺ ശിശുഹത്യ നിരോധിക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. അത് നമ്മൾ സ്കൂളിൽ മുതൽ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് സ്റ്റേറ്റ് സിലബസ് ആയാലും സെൻട്രൽ സിലബസ് ആണെങ്കിലും. അതുകൊണ്ട് 4 ശരിയാണ്. കാലാവധി വെച്ച് നോക്കിയാൽ നമുക്ക് 2 തെറ്റാന്ന് മനസ്സിലാവും. അപ്പം 4 ഇതിനകത്ത് വരാത്ത ഓപ്ഷൻ നമ്മൾ ആദ്യം ഇറേസ് ചെയ്ത് കളയും. ഇപ്പം ഡി ഓപ്ഷനിൽ 4 ഇല്ല, അതുകൊണ്ട് നമ്മളത് ഇറേസ് ചെയ്ത്. പിന്നെ 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ്? നമുക്ക് കാലാവധി അറിയാം. വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കാലാവധി 1828 to 1835. അതുകൊണ്ട് അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ ഓപ്ഷനിൽ 2 വരുന്നവനെ നമ്മൾ അങ്ങോട്ട് തൂക്കും, കളഞ്ഞു. ബിയിൽ 2 കണ്ടോ? ഉണ്ട്.
എയിൽ ഇവയെല്ലാം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയും ബിയും ഡിയും കളഞ്ഞു. ഇത് ഒന്നാണ് കറക്റ്റ്, സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്, നാലാമത്തെ പ്രസ്താവന ശരിയാണ്. പ്രസ്താവന ചോദ്യങ്ങളിൽ ഒരു ലോജിക്ക് ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും, ഭൂരിഭാഗവും ഉറപ്പാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ് കേട്ടോ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ. ചരിത്ര സംഭവങ്ങളും വർഷങ്ങളും ചേരുംപടി ചേർക്കുക. ഗാന്ധി ഇർവിൻ പാക്ട്. ഗാന്ധി ഇർവിൻ പാക്ട് നടന്നത് 1931 അപ്പോൾ 1 B ആണ്. ഓഗസ്റ്റ് ഓഫർ 1940. പൂനെ ഉടമ്പടി എന്നാണ് 1932. ബോംബെ നാവിക കലാപം നടന്നത് 1946. ഉത്തരം D ആണ്. ഖുദായി ഖിദ്മത്ഗർ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? മുഹമ്മദ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഖുദായി ഖിദ്മത്ഗർ. ഉത്തരം C ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ. ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ എന്നത് കഴ്സൺ പ്രഭുവിൻ്റെ യഥാർത്ഥ നാമമാണ്. തെറ്റിപ്പോയി. ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ എന്ന് പറയുന്നത് ഡൽഹൌസി പ്രഭുവിൻ്റെ യഥാർത്ഥ പേരാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. 1848 മുതൽ 56 വരെ 1856 വരെയുള്ള കാലയളവിൽ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി പ്രഭു. വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കിയ കാലത്ത് ഗവർണർ ജനറലാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അപ്പോൾ അത് മാത്രമാണ് തെറ്റിപ്പോയത്. ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് ജോൺ ലോറൻസിൻ്റെ ഭരണകാലത്താണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഡഫറിൻ പ്രഭുവായിരുന്നു വൈസ്രോയി. മെക്കാളെ പ്രഭു രൂപപ്പെടുത്തിയ ശിക്ഷാ നടപടികൾ നിയമമായത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ഇത് മൂന്നും ശരിയാണ്. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഹിമാലയം കാണാനോ താജ്മഹൽ കണ്ട് വിസ്മയിക്കാനോ അല്ല. എൻ്റെ പൂർവികരെ പോലെ ഞാനും തോക്കൊണ്ടും വാളുകൊണ്ടും ഇന്ത്യ ഭരിക്കും. ഇത് കഴ്സൺ പ്രഭുവിൻ്റെ വാക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. അലൻ ഒക്ടേവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. 1885 നവംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇത് തെറ്റാണ്. നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. ഒന്നാമത്തെ പ്രസ്താവന ശരിയായതുകൊണ്ട് ഓപ്ഷനിൽ ഒന്നാമത്തെ പ്രസ്താവന വരുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. ഇത് C ഓപ്ഷനിൽ ഒന്നാമത്തെ പ്രസ്താവന ഇല്ല. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലോ, അപ്പോൾ C നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. ബാക്കിയുള്ള 3 എണ്ണമാണ്. ഇനി നമുക്ക് അതിൽ ഏതാണെന്നാണ് അറിയേണ്ടത്. ഈ 1885 നവംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഡിസംബർ 28. അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റായതുകൊണ്ട് എയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അതിനകത്ത് രണ്ടാമത്തെ പ്രസ്താവന ശരിയെന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് B ആണോ D ആണോ എന്നാണ്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പം മൂന്നാമത്തെ പ്രസ്താവന തെറ്റി, അതുകൊണ്ട് ബിയും നമ്മൾ കളഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. അപ്പോൾ 1ഉം 4ഉം ആണ് ശരി. ഡി ഉത്തരമാണ് കറക്റ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം. ആദ്യ പ്രസിഡൻ്റാണ് WC ബാനർജി. ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഗാന്ധിജി ആദ്യം പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൽക്കട്ട സമ്മേളനം. ശരിയാണ്. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. അതും ശരിയാണ്. കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയാക്കിയത് ഗാന്ധിജിയാണ്. അതും ശരിയാണ്.
1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ കോൺഗ്രസിൻ്റെ ലക്ഷ്യം നിറവേറ്റിയെന്നും ലോകസേവാ സംഘമായി മാറണമെന്നുമായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. ഇവയെല്ലാം ശരിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവയെല്ലാം. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1930 മാർച്ച് 12 ഗാന്ധിജി ദണ്ഡ് യാത്ര ആരംഭിച്ചത്. അത് ശരിയാണ്. അത് ശരിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 86 അംഗങ്ങളാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡ് യാത്രയിൽ പങ്കെടുത്തത്. അത് ശരിയാണോ? അല്ല. 78 അംഗങ്ങളാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡ് യാത്രയിൽ പങ്കെടുത്തത്. 86 അപ്പോൾ 2 തെറ്റി. നമ്മളിനി ഓപ്ഷനിലോട്ട് വരികയാണ്. ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ നോക്കി, ഒന്നുള്ളതെല്ലാം തിരഞ്ഞെടുത്ത്. എയും ബിയും ആണ് ഒന്നുള്ളത്. ബാക്കി 2 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി തിരഞ്ഞെടുക്കപ്പെട്ട 86 അംഗങ്ങളാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡ് യാത്രയിൽ പങ്കെടുത്തത്. 86 78 ആണല്ലോ. അപ്പോൾ ബി ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വന്നു, 2 തെറ്റാണ്. ആ 2ഉം കളഞ്ഞു. ശേഷിക്കുന്ന എ ഓപ്ഷനാണ്. 1ഉം 4ഉം. 1ഉം 4ഉം ഉള്ളൂ കറക്റ്റ് ആൻസർ. അപ്പോൾ എ ആണ് ആൻസർ. ഇനി മൂന്നാമത്തെ പ്രസ്താവന ഞാൻ വായിക്കാം. ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ തടവിലാക്കിയത് തീഹാർ ജയിലാണ്. അത് തെറ്റാണ്. ഏർവാദ ജയിലാണ്. പൂനെ ഏർവാദ ജയിലാണ് ഗാന്ധിജിയെ തടവിലാക്കിയത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ്. ശരിയാണ്. ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് മൊത്തം വായിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ട്രിക്ക് വെച്ച് നമുക്ക് ആദ്യമേ ആൻസർ കണ്ടെത്താം. 1929 INC ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മൗലിക അവകാശ പ്രമേയം പാസാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. അത് തെറ്റാണ്. മൗലിക അവകാശ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1931 കറാച്ചി സമ്മേളനമാണ്. അപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. ഒന്ന് തന്നെ തെറ്റിപ്പോയി. അതുകൊണ്ട് നമ്മളത് ഓപ്ഷനിലോട്ട് വരികയാണ്. ഒന്നുള്ളതെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. ഡി ഓപ്ഷനിൽ ഒന്നുണ്ട്, അതുകൊണ്ട് ഡി കളഞ്ഞു. എ ഓപ്ഷനിൽ ഒന്നുണ്ട്, അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സി ഓപ്ഷനിൽ ഒന്നുണ്ട്, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഒറ്റയടിക്ക് ആൻസർ കിട്ടി ബി എന്നുള്ളത്. 2, 3, 4 ശരിയാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചു. നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ തീരുമാനിച്ചു. 1929 INC ലാഹോർ സെഷൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. മനുഷ്യാവകാശ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം കറാച്ചി സെഷൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഓപ്ഷൻ എ ആണ്, സത്താറയാണ്. ഇനി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന, ആദ്യത്തെ ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് 1853 അത് ശരിയാണ്. അരിച്ചിറക്കൽ സിദ്ധാന്തം മെക്കാളെ പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യ പട്ടാള കലാപമാണ് വെല്ലൂർ കലാപം. 1806 സർ ജോർജ് ബാർലോയുടെ കാലത്തായിരുന്നു. ഇനി കോൺഗ്രസും ലീഗും ഒന്നിച്ച് 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാഷ് ബിഹാരി ഘോഷായിരുന്നു. അത് തെറ്റാണ്. ഡി ഓപ്ഷനാണ് തെറ്റ്. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് AC മജുംദാർ ആയിരുന്നു. AC മജുംദാർ. ഈ റാഷ് ബിഹാരി ഘോഷ് 1907 സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. സൂററ്റ് സമ്മേളനത്തിനാണ് മിതവാദികളും തീവ്രവാദികളും സ്പ്ലിറ്റ് ആയത്. ബ്രിട്ടീഷ് ഭരണാധികാരികളും സംഭവങ്ങളും തമ്മിലുള്ള ശരിയായ ജോഡികളേത്? വില്യം ബെൻഡിക് പ്രഭു സതി നിർത്തലാക്കി. ഒന്ന് ശരിയാണ്. അവിടെ നമുക്ക് ഓപ്ഷൻ എടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യണം. ഡി ഓപ്ഷനിൽ ഓപ്ഷൻ ഒന്നില്ല, ഒന്നാമത്തെ പ്രസ്താവന ഇല്ല. ഡി കളഞ്ഞു, ഡി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഉള്ളത് A, B, C ആണ്. ലിട്ടൺ പ്രഭു, ഇൽബർട്ട് ബിൽ വിവാദം. ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ലോർഡ് റിപ്പൺ ആണ്. ലിട്ടൺ അല്ല, ലോർഡ് റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീഡിയോ നീണ്ടുപോകും, അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. ബി ഓപ്ഷനകത്ത് 2 ഉണ്ട്, 1, 2, 3 എന്നുള്ള. അപ്പോൾ തെറ്റിപ്പോയില്ലേ. എ ഓപ്ഷൻ കണ്ട് ഇവയെല്ലാം അതിലും ഈ 2 വരും, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ 2 ഇല്ലാത്തത് ഒന്നുള്ളതുമായ ഓപ്ഷൻ സി ആണ്. ഉത്തരം 1, 3, 4. അപ്പം 2 തെറ്റാണ്. ഹഡിഞ്ച് പ്രഭു ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കി. റിപ്പൺ പ്രഭു ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടത്തി. കൂട്ടത്തിൽ 1919 സംഭവിച്ച കാര്യങ്ങൾ ഏതെല്ലാം? റൗലറ്റ് നിയമം 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ടാണ് റൗലറ്റ് നിയമം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്.
എവിടെ ഒന്നാമത്തെ പ്രസ്താവന വരുന്നതൊക്കെ നമ്മൾ എടുക്കുകയാണ്. സി ഓപ്ഷനിൽ ഒന്നാമത്തെ പ്രസ്താവന ഇല്ല, സി കളഞ്ഞു, സി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പോവാണ്, സി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919 നടന്നത്. രണ്ടാമത്തെ പ്രസ്താവന ബി ഓപ്ഷനിലില്ല, നമ്മൾ ബി ഓപ്ഷൻ കളഞ്ഞു. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ 1909 അപ്പം മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ 1919 സംഭവിച്ചതല്ല. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് പറയുന്ന ഓപ്ഷനും നമ്മൾ കളയുകയാണ്. ഇത് ഡി കണ്ടോ, ഡി എന്ന് പറയുന്ന ഇവയെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് കളയുക നമ്മൾ. ശേഷം വരുന്നത് 1, 2, 4 ആണ്. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് 1919 ഓപ്ഷൻ എ ആണ് ആൻസർ. എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ 1909 അറിയാവുന്നവർക്കും എളുപ്പമായിട്ട് ആദ്യം തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? അലഹബാദിലാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, അലഹബാദ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യ, ഓപ്ഷൻ ബി. കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ്? ഇന്ദിരാഗാന്ധിയാണ് ആൻസർ, ഓപ്ഷൻ സി. സ്വാതന്ത്ര്യ സമര സംഭവങ്ങളും വർഷങ്ങളും ചേരുമ്പോൾ ചേർക്കുക. വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം എന്നാണ് നടന്നത്? 1806 വെല്ലൂർ കലാപം നടന്നത്. അപ്പോൾ 1 സി വരും, 1 സി. മെക്കാളെ മിനിറ്റ്സ്. മെക്കാളെ മിനിറ്റ്സ് 1835 1835 വരും. നാട്ടുഭാഷാ പത്ര നിയമം 1878. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ഉത്തരം സി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇതിലേതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡെഫ്രിൻ പ്രഭുവാണ്. അത് ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യയാണ്. അത് ശരിയാണ്. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യ വിദേശിയാണ് ഹെൻറി കോട്ടൺ എന്നുള്ളത് തെറ്റാണ്. ഉത്തരം ഡി ആണ് തെറ്റ്. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യ വിദേശി എന്ന് പറയുന്നത് വില്യം വെഡർബേൻ ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോണം, വില്യം വെഡർബേൻ. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യ വിദേശി വില്യം വെഡർബേൻ ആണ്. ഏതൊക്കെ സമ്മേളനമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1889 INC സമ്മേളനം. ഒരു നോട്ട് എടുത്ത് എഴുതി വെച്ചു. 1889 ബോംബെ സമ്മേളനം. ഈ വില്യം വെഡർബേൻ INC പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശിയാണ്. ആദ്യത്തെ വിദേശി ജോർജ് യൂൾ ആയിരുന്നു. ഇത് രണ്ടാമത്തെ വിദേശിയാണ്. 1889 വില്യം വെഡർബേൻ ആദ്യമായിട്ട് INCയുടെ അധ്യക്ഷനാകുന്നത്. പിന്നെ അധ്യക്ഷനാകുന്നത് 1910 ഇന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. INC പ്രസിഡൻ്റായ മൂന്നാമത്തെ വിദേശി ആരാന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് വെബ് കേട്ടോ, ആൽഫ്രഡ് വെബ്. മദ്രാസ് സമ്മേളനത്തിലായിരുന്നു മൂന്നാമത്. ആദ്യത്തെ വിദേശി ജോർജ് യൂള്, രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൻ, മൂന്നാമത്തത് ആൽഫ്രഡ് വെബ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആലപിച്ചത്. 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ശരിയാണ്.
ഈ വന്ദേമാതരം അതിനകത്ത് ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ആ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരാന്നറിയാത്തവർക്കായിട്ട് റഹ്മത്തുള്ള സയാനി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഞാൻ എഴുതിത്തരാം. 1896 വന്ദേമാതരം ആലപിച്ചപ്പോഴുള്ള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇനി സ്വദേശി മുദ്രാവാക്യം ആദ്യം ഉയർന്നത് 1905 ബനാറസ് സമ്മേളനത്തിലാണ്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം. ഈ ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡൻറ്റും കൂടെയാണ് ഈ 1905 ബനാറസ് INC സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 1907 സൂറത്തിൽ നടന്ന സമ്മേളനത്തിലാണ് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും പറഞ്ഞ് പിരിഞ്ഞത്. ആ സൂറത്ത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഇനി ഈ 3 പ്രസ്താവന ശരിയാണ്. എയും ബിയും സിയും. ഡി ആണ് തെറ്റ്. അത് പറഞ്ഞുതരാം. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മേളനം ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത് 1918 എന്നുള്ളതാണ് തെറ്റിപ്പോയത്. 1916 കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മേളനം ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത്. എന്നിട്ട് ഒരു ലക്നൗ പാക്റ്റ് ഒപ്പിട്ടായിരുന്നു. INC മുസ്ലിം ലീഗ് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും കൂടെ ചേർന്നാണ്. അതിൻ്റെ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് AC മജുംദാർ. ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റിപ്പോയത്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് കട്ടക്കിലാണ്. അത് ശരിയാണ്. 1943 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. അതും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം നേതാജി ഏറ്റെടുത്തത് 1943 ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നത് നേതാജിയുടെ പുസ്തകമാണ്. അതും ശരിയാണ്. മുഹമ്മദ് സിയാവുദ്ദീൻ, ഓർലാൻഡോ മസോട്ട എന്ന പേരുകളിൽ വേഷം മാറി നടന്നിരുന്നു. അതും ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഉത്തരം സി ആണ് ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ്. ആൻസർ ഡി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കണം ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് 1939 നടന്ന INCയുടെ ത്രിപുരി സെഷൻ വെച്ചായിരുന്നു. ത്രിപുരി മധ്യപ്രദേശിലാണ്. അതായത് ആദ്യമായിട്ട് INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഈ സമ്മേളനത്തിൽ വെച്ച് 1939 നടന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ എതിരാളിയായിട്ട് വന്നത് പട്ടാഭി സീതാരാമയ്യയായിരുന്നു. പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് INCയുടെ പ്രസിഡൻ്റായി. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1938 ഹരിപുര സമ്മേളനമാണ്. അപ്പം 1938 സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INCയുടെ അധ്യക്ഷനാകുന്നത്. 1939 സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ആകുന്നത്. ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നതും 1939 ത്രിപുരി സെഷനിലാണ്. അംബേദ്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി. ശരിയാണ്. ആധുനിക മനു എന്നറിയപ്പെട്ടു. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്ഥാനം തെറ്റാ. ഭാരതരത്ന ലഭിച്ചത് 1922 1992 അംബേദ്കർക്ക് ഭാരതരത്ന ലഭിച്ചത് മരണാനന്തര ബഹുമതിയായിട്ട് 1990 1992 അപ്പോൾ ആ പ്രസ്താവനയാണ് തെറ്റ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഗാന്ധിജിയുമായി ചേർന്ന് പൂന ഉടമ്പടി ഉണ്ടാക്കി. അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അംബേദ്കർ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇതിനകത്ത് 1, 2, 4 അംബേദ്കർ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ. ബഹിഷ്കൃത ഹിതകാരിണി സഭ അംബേദ്കറാണ്. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി BR അംബേദ്കറാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ
അതും ബി ആർ അംബേദ്കറാണ്. നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് ആണ്. അത് ഭഗത് സിംഗ് ആണ് കേട്ടോ, ഭഗത് സിംഗ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമി എവിടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമി ഏതാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര വിമാനത്താവളം ചോദിച്ചാൽ അത് അഹമ്മദാബാദിലാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ്. അക്കാഡമി ഹൈദരാബാദാണ്. അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ വിമാനത്താവളം എയർപോർട്ടാണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ചോദ്യം വരാം, സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. പോലീസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പോലീസ് മ്യൂസിയം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കൊല്ലത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ്, ഇൻ്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദ്, പോലീസ് മ്യൂസിയം കൊല്ലത്ത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷാ കമ്മീഷനാണ്. മുഖർജി കമ്മീഷനും ഖോസ്ല കമ്മീഷനും ഷാനവാസ് കമ്മീഷനും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളാണ്. അപ്പോൾ എന്താണ് ഈ ഷാ കമ്മീഷൻ? ഷാ കമ്മീഷൻ എന്ന് പറയുന്നത് 1975-77 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന വയലേഷനെ പറ്റി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഷാ കമ്മീഷൻ. നമ്മളെ ബാക്കി മൂന്നും നേതാജിയായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ്. രചനകളും രചയിതാക്കളും തമ്മിലുള്ള ശരിയായ ജോഡികൾ കണ്ടെത്തുക. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ബി ആർ അംബേദ്കർ തന്നെയാണ്, അത് ശരിയാണ്. ഇനി ആൻ ഇന്ത്യൻ പിൽഗ്രിം സുഭാഷ് ചന്ദ്രബോസാണ്, അതും ശരിയാണ്. അൺഹാപ്പി ഇന്ത്യ അത് ലാലാ ലജ്പത് റായിയാണ്, അതും ശരിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ജവഹർലാൽ നെഹ്റു അല്ല. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരാണ്? അതൊരു കോമൺ ക്വസ്റ്റ്യനാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയ ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയിരിക്കുന്നത്. ബാക്കി 3 ക്വസ്റ്റ്യനും ശരിയാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ബി ആർ അംബേദ്കർ ആണ്. ആൻ ഇന്ത്യൻ പിൽഗ്രിം സുഭാഷ് ചന്ദ്രബോസാണ്. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായി ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ലാലാ ലജ്പത് റായിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ലാലാ ലജ്പത് റായി, അത് ശരിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ് ലാലാ ലജ്പത് റായി. 1920 കൽക്കട്ട INC സ്പെഷ്യൽ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റാണ് ലാലാ ലജ്പത് റായി. അതൊരു സ്പെഷ്യൽ സമ്മേളനമാണ്. 1920 വേറൊരു സമ്മേളനം കൂടെ നടന്നിട്ടുണ്ട് INCയുടെ. ഇവിടെ ഈ 1920 ഈ കൽക്കട്ട INC സ്പെഷ്യൽ സമ്മേളനം എന്ന് ചോദിച്ചാൽ മാത്രമേ ലാലാ ലജ്പത് റായി അധ്യക്ഷനാണെന്ന് എഴുതാവുള്ളൂ. വേറൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ തന്നെ ശ്രദ്ധിക്കണം. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഈ വാർഷിക സമ്മേളനം ഉണ്ടല്ലോ INCയുടെ വാർഷിക സമ്മേളനം 1920 നടന്നത് നാഗ്പൂർ വെച്ചാണ്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വിജയരാഘവ ആചാര്യായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയത് ഈ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. വിജയരാഘവാചാര്യായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഏതാണ്? 1920 ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം, അത് നാഗ്പൂർ. പക്ഷേ ഒരു സ്പെഷ്യൽ സമ്മേളനം നടത്തി 1920. അതാണ് ഈ കൽക്കട്ട INC സമ്മേളനം, സ്പെഷ്യൽ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായി ആയിരുന്നു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രത്യേക സമ്മേളനത്തിലാണ്. INC സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയത് നാഗ്പൂരിലെ ആനുവൽ സമ്മേളനത്തിലാണ്. മാറിപ്പോരുത്. അപ്പം ശരിക്കും ഈ 3 ശരിയാണ്. ഡി ആണ് തെറ്റ്. ഡി തെറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസുകാരൻ സാൻഡേഴ്സനാണ്, ഹിച്ച്കോക്ക് അല്ല. ഈ സാൻഡേഴ്സിനെ പിന്നീട് ഭഗത് സിംഗ് വെടിവെച്ച് കൊന്നായിരുന്നു. അപ്പോൾ ഡി ആണ് ഇതിനകത്ത് തെറ്റ്.
മാറിപ്പോരുത് കേട്ടോ. 1920 കൽക്കത്ത INC സ്പെഷ്യൽ സമ്മേളനത്തിലായിരുന്നു ലാലാ ലജ്പത് റായ് അധ്യക്ഷൻ. 1920 INCയുടെ വാർഷിക സമ്മേളനം നാഗ്പൂരായിരുന്നു. വിജയരാഘവാചാര്യായിരുന്നു എൻ്റെ അധ്യക്ഷൻ. ഇനി സാരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത് ആര്? സാരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. 1922 ഈ സാരാബന്ദി ക്യാമ്പയിൻ. സാരാബന്ദി ക്യാമ്പയിൻ എന്തോന്നറിയോ? ഒരു നോ ടാക്സ് ക്യാമ്പയിനാണ്. ബ്രിട്ടീഷുകാർ ചുമത്തിയ നികുതി കൊടുക്കത്തില്ല എന്നുള്ളൊരു പ്രക്ഷോഭം, അതിന് നേതൃത്വം നൽകിയതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഭഗത് സിംഗിൻ്റെ മൃതദേഹം ഇന്ത്യയ്ക്കും ഇംഗ്ലണ്ടിനും ഇടയിൽ എക്കാലവും തൂങ്ങി നിൽക്കുമെന്ന് പ്രസ്താവിച്ചതാരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഉത്തരം എ ആണ് ആൻസർ, ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ സമര സേനാനികളും വിശേഷണങ്ങളും ചേരുംപടി ചേർക്കുക. പഞ്ചാബ് കേസരി ആരാണ്? പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായ്. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്. ഷഹീദ് ഇ അസം ആരാണ്? ഷഹീദ് ഇ അസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗത് സിംഗ് ആണ്. 3A ആണ്. ഇനി ദേശസ്നേഹികളുടെ രാജകുമാരൻ ആരാണ്? 4. അത് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 4B. അപ്പം 1D 2C 3A 4B. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നു. ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അതും ശരിയാണ്. 1931 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ശരിയാണോ? ശരിയല്ല. അതായത് ആ പ്രസ്താവനയിൽ 2 തെറ്റുണ്ട്. ഒന്നാമത് 1931 കോൺഗ്രസ് INCയുടെ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചല്ല, കറാച്ചി വെച്ചാണ് നടന്നത്. കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അത് തന്നെ തെറ്റി. മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INCയുടെ സമ്മേളനം എന്ന് വെച്ചാൽ അത് ഈ കറാച്ചിയാണ്. ഇനി ലാഹോർ സെഷൻ നടന്നതെന്നാണ്? ലാഹോർ സെഷൻ നടന്നത് 1929. എന്തായിരുന്നു ലാഹോർ സെഷൻ്റെ പ്രത്യേകത? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ സമ്മേളനം അതാണ്. അത് 1929 ലാഹോർ സമ്മേളനമാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം എന്ന് വെച്ചാൽ അതും 1929 ലാഹോർ സമ്മേളനമാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇനി പട്ടേലിന് സർദാർ ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ്. ശരിയാണ്. അപ്പം നമുക്ക് ഈ 3ാമത്തെ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ തെറ്റ്, ബാക്കി 3 ശരിയാണ്. ആൻസർ ബി ആണ് അതിൻ്റെ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി അംബേദ്കറാണ്. ഓപ്ഷൻ എ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ തെറ്റായ വസ്തുത ഏതാണ്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സെർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് MG റാണഡെയാണ്. അത് തെറ്റിപ്പോയി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു MG റാണഡെയാണോ? അല്ല, ആ D ഓപ്ഷനാണ് തെറ്റ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു. ബാക്കി 3 പ്രസ്താവന ശരിയാണേ. ഞാൻ ആ പ്രസ്താവനകൾ ഒന്നുകൂടെ വായിക്കാം. ഇനി അത് ഒരു 1 ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാലോ. ഗാന്ധിജി രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസാണ്. സെർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന MG റാണഡെ അല്ല, CR ദാസ് ആണ്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗ് പ്രതിനിധീകരിച്ചിരുന്ന ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഉത്തരം C ആണേ.
ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇനി ദിവസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ചേരുംപടി ചേർക്കുക. രാഷ്ട്രീയ ഏകതാ ദിവസ്. രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് പറയുന്നത് ഒക്ടോബർ 31. അപ്പോൾ 1B വരും. 1B വരും. പിന്നെ ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടാമത് നോക്കിയാൽ എല്ലാം നോക്കണം. ആദ്യം രണ്ടാമത് വന്നിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 നമുക്കറിയാം. അപ്പോൾ 2C വരുന്ന ഓപ്ഷൻസ് ഇതിൽ നോക്കണം. ഇതിനകത്ത് 2C വരുന്ന ഓപ്ഷൻ Bയും Dയും മാത്രമേ ഉള്ളൂ. അപ്പം Aയും Cയും നമ്മൾ അങ്ങോട്ട് കളയും, എലിമിനേറ്റ് ചെയ്ത് കളയും. എലിമിനേഷൻ മെത്തേഡാണ്. ഇനി Bയും Cയും 2C വരുന്നത് Aയും Cയും ആണ്. Aയും Cയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് B ആണോ D ആണോ എന്നാണ് അറിയേണ്ടത്. ഇനി നമുക്ക് രാഷ്ട്രീയ ഏകതാ ദിവസ്. രാഷ്ട്രീയ ഏകതാ ദിവസ് ഒക്ടോബർ 31. അപ്പോൾ 1B പറഞ്ഞു. 1B വരുന്നതിനകത്ത് B മാത്രമേ ഉള്ളൂ. അതാണ് കറക്റ്റ് ആൻസർ. അതായത് രാഷ്ട്രീയ ഏകതാ ദിവസം ഒക്ടോബർ 31. ഒക്ടോബർ 31 എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. അതാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഇനി 3 അംബേദ്കർ ജയന്തി എന്നാണ് ആചരിക്കുന്നത്. അംബേദ്കർ ജയന്തി ആചരിക്കുന്നത് 3D ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി. ഇനി ദേശ് പ്രേം ദിവസ് എന്ന് ആചരിക്കുന്നത്. ദേശ് പ്രേം ദിവസ് ആചരിക്കുന്നത് ജനുവരി 23. എന്താണ് ഈ ദേശ് പ്രേം ദിവസ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നേതാജിയുടെ ജയന്തിയാണ് നമ്മൾ ദേശ് പ്രേം ദിവസമായിട്ട് ആചരിക്കുന്നത്, ജനുവരി 23. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കണേ. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവന 1928 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ ലാഹോർ സമ്മേളനം 1929 അത് തെറ്റിപ്പോയി. പിന്നെ ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് നമുക്കറിയാം. നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. അത് 1929. നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ എ തെറ്റിപ്പോയി. എ ആണ് ഇതിനകത്ത് തെറ്റ്. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ശരിയാണ്. ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്നും ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ശരിയാണ്. ഉത്തരം എ ആണ്. എൻ്റെ അകത്ത് പ്രസ്താവന തെറ്റ്. ഗാന്ധിജി തൻ്റെ തൊപ്പിയിലെ അവസാന ഇംഗ്ലീഷുകാരനെന്ന് വിശേഷിപ്പിച്ചത് ആരെ? നെഹ്റുവിനെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു ആണ്. ആൻസർ ബി ആണ്. രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് 1867. 1913 ഗീതാഞ്ജലി എന്ന കൃതിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എഴുതിയത് ടാഗോറാണ്. 1921 ടാഗോർ ശാന്തി നികേതൻ ആശ്രമം സ്ഥാപിച്ചു. ഈ മൂന്നാമത്തെ ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇനി 3 ശരിയായിട്ട് വരുന്ന ഓപ്ഷനൊക്കെ നോക്കണം. ഈ ബി ഓപ്ഷനിൽ 3 വരുന്നില്ല. അപ്പോൾ ബി നമ്മൾ അങ്ങോട്ട് കളഞ്ഞു. ബി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നുള്ള നമുക്ക് എയോ സിയോ ഡിയോ ആണെന്നാണ് അറിയേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗീതാഞ്ജലി എന്ന കൃതിക്ക് നൊബേൽ സമ്മാനം ടാഗോറിന് ലഭിച്ചത് 1913 അപ്പോൾ 2 ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 2ഉം 3ഉം വരുന്ന ഓപ്ഷനുകൾ ഇനി നമ്മൾ ഇപ്പോൾ കളഞ്ഞു. ബി കളഞ്ഞു. ബി വേണ്ട നമുക്ക്. ബി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ 1913 ഗീതാഞ്ജലി എന്ന കൃതിക്കല്ലേ നൊബേൽ സമ്മാനം ലഭിച്ചത്, അത് നോക്കണം. രണ്ടാമത്തെ സിയിലില്ലല്ലോ 2. അപ്പോൾ നമ്മൾ സിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് സി വേണ്ട. ഇനി നമുക്ക് അറിയേണ്ടത് എ ആണോ ഡി ആണോ എന്നാണ് അറിയേണ്ടത്. അടുത്ത പ്രസ്താവന. അപ്പോൾ ആ പ്രസ്താവനയിൽ ഒന്നില്ല. ഏതാ? ഡിയിൽ. രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് 1867 അല്ല. രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് 1861 ജനിച്ചത്. അപ്പോൾ ആ പ്രസ്താവന തെറ്റി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അത് വരുന്ന എയിലാണ്. അപ്പോൾ എ ഇല്ല. തെറ്റാന്ന് മനസ്സിലായി. പിന്നെ ഉള്ളത് നമുക്ക് ആ ഡി മാത്രമേ ഉള്ളൂ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം സുഖമായിട്ട്.
ഡി ആണ് ആൻസറേ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. ഉത്തരം ഡി ആണ്. ഉത്തരം ഡി ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. 1 വാഗൺ ട്രാജഡി, 2 ചൗരി ചൗര സംഭവം, ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ കർഷക സംഭവം. ആദ്യം നടന്നത് ഇതിനകത്ത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം നടന്നത്. രണ്ടാമത് നടന്ന ഏതാണ്? ഖേദ കർഷക സമരം. മൂന്നാമത് നടന്നത് വാഗൺ ട്രാജഡി. നാലാമത് നടന്നതാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ്. എന്നാണ് വാഗൺ ട്രാജഡി? അല്ല, ആദ്യം നടന്ന ഏതാണ്? നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന 1917. ഖേദ എന്ന തൊട്ടടുത്ത വർഷം 1918. ഇനി വാഗൺ ട്രാജഡി നടന്ന 1921. ചൗരി ചൗര സംഭവം നടന്ന 1922. അതാണ് കാലഗണനാ ക്രമത്തിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. ചമ്പാരൻ കയറി കുത്തരുത്, തെറ്റിപ്പോവും. ആൻസർ നിസ്സഹകരണ സമരമാണ്. ഓപ്ഷൻ ഡി ആണേ. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. ശരിയാണോ? ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് എടുക്കാം. നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ഇല്ല, പ്രസ്ഥാനം എല്ലാം വായിച്ചിട്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡിലോട്ട് പോകാം. നിങ്ങൾ പ്രസ്ഥാന ചോദ്യങ്ങൾ കണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ച് ഇതാക്കാവുന്നേ ഉള്ളൂ. അടുത്ത പ്രസ്ഥാനം വെച്ചാൽ 1919 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. ശരിയാണോ? അല്ല. എന്താണ് ശരിയാകാതിരിക്കാൻ കാരണം? 1919 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് അമൃത്സറിൽ വെച്ചാണ്. അമൃത്സർ. ആരായിരുന്നു അധ്യക്ഷൻ? മോത്തിലാൽ നെഹ്റു. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് 1919. മോത്തിലാൽ നെഹ്റു ആയിരുന്നു INC അധ്യക്ഷൻ. കൊൽക്കത്തയിലല്ല, അമൃത്സറിലാണ് നടന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്ഥാനം തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് വരാം. ഈ 1919 അമൃത്സർ സമ്മേളനം എന്നൊക്കെ ബേസിക്കായിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷനിലോട്ട് വരുമ്പം ഈ രണ്ടാമത്തെ പ്രസ്താവന കിടക്കുന്നവനെയൊക്കെ നമ്മൾ വെട്ടിക്കളയും. ഇതാ ബി കിടപ്പുണ്ട് രണ്ടാമത്തവൻ, ഡി കിടപ്പുണ്ട് രണ്ടാമത്തവൻ, എയിലും കിടപ്പുണ്ട്. ആൻസർ കിട്ടി. C 1, 3 ആണ് അതിൻ്റെ ശരിയായ ആൻസർ. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവരെ അനുസരിക്കാതിരിക്കാൻ പുരാതനകാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ടെന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് കത്തെഴുതി. ഇങ്ങനെ കത്തെഴുതിയതൊക്കെ നമ്മൾ റാങ്ക് ഫയലിൽ വല്ലതും പഠിക്കാത്തവരുണ്ടെങ്കിൽ തന്നെ ഈ രണ്ടാമത്തെ പ്രസ്താവന വായിച്ചാൽ തന്നെ ഇതൊരു മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ടാലും ഞെട്ടി വീട്ടിൽ പോകരുത്. C ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ കരിദിനമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ്? 1919 ഏപ്രിൽ 6. ഓപ്ഷൻ എ ആണ്. അടുത്ത നമുക്ക് പ്രസ്താവന ചോദ്യം വരുന്നുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം 1915 ജനുവരി 12 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ലോട്ടറി ആണല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ തെറ്റിപ്പോയല്ലോ. ആദ്യത്തെ പ്രസ്താവന തെറ്റിപ്പോയല്ലോ. ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അതാണ് പ്രവാസി ഭാരതി ദിവസമായിട്ടൊക്കെ ആചരിക്കുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി. ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. കണ്ണും പൂട്ടി നമുക്ക് കുത്താം 2 ആണെന്നുള്ളത്. കാരണം ആദ്യത്തെ തെറ്റിപ്പോയി. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് 1 വരുന്നവനെയൊക്കെ നമ്മൾ കളയും, എലിമിനേഷൻ. പിന്നുള്ളത് ബിയും സിയും എന്നുള്ള കൺഫ്യൂഷനാണ്.
ഒരു കൺഫ്യൂഷനും വേണ്ടത്. ഗാന്ധിജി വന്നുകൊണ്ടാണ് ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചത്. അപ്പോൾ ബി ആണ് എൻ്റെ ആൻസർ. 1919 ഏപ്രിലിൽ നടന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ബ്രിട്ടീഷുകാർ നൽകിയ നൈറ്റ്ഹുഡ് പുരസ്കാരം തിരികെ നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ ആരായിരുന്നു അധ്യക്ഷൻ? INCയുടെ മോത്തിലാൽ നെഹ്റു. എവിടെ വെച്ച് നടന്നത്? അമൃത്സറിൽ വെച്ച്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെയാണ്? ജോഹാനസ്ബർഗിൽ വെച്ചാണ് കേട്ടോ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ജോഹാനസ്ബർഗിൽ. മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്തിനായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാന പ്രചരണാർത്ഥമായിരുന്നു മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. നമുക്ക് അടുത്ത പ്രസ്താവന ചോദ്യം വരുന്നുണ്ട്. ഗുജറാത്തി പറഞ്ഞ ഈ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ലോട്ടറിയാണ്. ഏതെങ്കിലും ഒരു പ്രസ്താവന നമുക്ക് അറിയാമെങ്കിൽ തന്നെ മാർക്ക് കിട്ടും. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായ പ്രധാന ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അത് ശരിയാണ്. 1942 ഓഗസ്റ്റ് 7 മുംബൈയിൽ കൂടിയ കോൺഗ്രസ് വാർഷിക സമ്മേളനം ബ്രിട്ടീഷുകാരോട് ഉടൻ ഇന്ത്യ വിട്ടു പോകാൻ ആഹ്വാനം ചെയ്യുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കി. അത് തെറ്റാണ്. ഓഗസ്റ്റ് 8 കേട്ടോ, 7 ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ച ഈ സന്ദർഭത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കും മുമ്പേ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. ശരിയാണ്. ഉത്തരം ബി ആണ് തെറ്റ്. ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷ മറികടക്കുന്നു എന്ന് രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടത് ഏത് നിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ്? ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ മറികടക്കുന്നു. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഉത്തരം ഡി. ചോദിച്ച ക്വസ്റ്റ്യനാണത്. മഹാത്മാഗാന്ധിയെ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം നടന്ന 1930 ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയെ കണക്കാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഗാന്ധിജി എന്ന സിനിമയിൽ ഗാന്ധിയായ വേഷമിട്ടത് ബെൻ കിങ്സ്ലിയാണ്. ആൻസർ ബി ആണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം നടന്ന 1930 അത് തെറ്റിപ്പോയി. ഗാന്ധി ഇർവിൻ പാക്റ്റ് അറിയാവുന്നവർക്ക് എന്താണ് തെറ്റിയെന്ന് മനസ്സിലാവും. ഞാനത് പറയത്തില്ല. ഗാന്ധി ഇർവിൻ പാക്റ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആൻസർ എ ആണ്. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. തെറ്റി. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ. ഉത്തരം ബി ആണ് ആൻസർ. കറാച്ചി സെഷൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും തമ്മിൽ ചേരുംപടി ചേർക്കുക. 1 അനുശീലൻ സമിതി ബരീന്ദ്ര ഘോഷാണ്. 1 സി ആണ്. അനുശീലൻ സമിതി ബരീന്ദ്ര ഘോഷ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി GG അഗാർക്കർ. 2 ഡി ആണ്. ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് MG റാണഡെയാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ്. 4A. ഇതിൻ്റെ ആൻസർ അനുശീലൻ സമിതി ബരീന്ദ്ര ഘോഷ്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി GG അഗാർക്കർ, ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് MG റാണഡെ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ്. ഇന്ത്യൻ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും തമ്മിലുള്ള ശരിയായ ജോഡികൾ ഏതെല്ലാം? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി, അത് ശരിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി, അതും ശരിയാണ്. അഹമ്മദിയ പ്രസ്ഥാനം മിർസ ഗുലാം അഹമ്മദ്, അതും ശരിയാണ്. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ, അതും ശരിയാണ്. ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. ഉത്തരം ശരിയാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം ഡൽഹിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേദിയായ നഗരം ഡൽഹിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ.
അടിയന്തരാവസ്ഥ സംബന്ധിച്ച നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത് ഏത് നിയമത്തിൽ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇനിയും ചെയ്യാം. ഇത് LDC വരുന്ന പരീക്ഷകൾക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.